ഓരോ മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികൾക്കും ഇടയിലുള്ള ആ ഒരു പ്രചാരണത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പോകുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലേക്കാണ്. അവിടെ നിന്നും ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് സ്ഥാനാർത്ഥിയെ നമുക്കൊരല്പസമയം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ പ്രചാരണ ആവേശം? തീർച്ചയായും സിന്ധൂരി, കാരണം കഴിഞ്ഞ മാസം 15-നാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ആദ്യം തന്നെ കടന്നത് LDF-ഉമായിരുന്നു. അതിൻ്റെ ഒരു മേൽക്കൈ ഇന്നുവരെയും, ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഇന്നുവരെയും അതേ രീതിയിൽ തന്നെ നിലനിർത്താൻ LDF-ന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഇടതുപക്ഷത്തിൻ്റെ LDF-ന്റെ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു തൊട്ടടുത്തായിട്ടുള്ളൊരു മരണവീട് ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്കൊന്ന് കയറിയിരിക്കുകയാണ്. അദ്ദേഹം കൈരളി ന്യൂസിനൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരുന്നതായിരിക്കും. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഏകദേശം കൃത്യമായി ഒരു മാസം പോലും ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു നമ്മൾ സംസ്ഥാനത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ രീതിയിൽ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വലിയ വെല്ലുവിളിയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലത്തിലെ ഓരോ ഇടങ്ങളിലേക്കും ഓരോ വോട്ടർമാരിലേക്കും എത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ അത് കൃത്യമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ LDF-ന്റെ ഏറ്റവും വലിയൊരു മേൽക്കൈ എന്ന് പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്ന് തന്നെ നടത്തുകയും അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ UDF-ഉം NDA-യും ഒക്കെ വളരെ വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തുകയും അതിനുശേഷം പ്രചരണ രംഗത്തേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ ഇത്രയും ദിവസങ്ങളിൽ LDF മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. എന്തുകൊണ്ട് അതിൻ്റെ തുടർച്ച ഉണ്ടാകണം എന്നുള്ളത് കൃത്യമായ രീതിയിൽ ജനങ്ങളോട് സംസാരിച്ച് തന്നെയാണ് LDF സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ മുന്നണിയും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത്, പ്രതിപക്ഷം പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചർച്ചയാക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ UDF-ന് കൃത്യ രീതിയിൽ തന്നെയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിപ്പോൾ ഡീൽ വിഷയമാകട്ടെ, മറ്റേതെങ്കിലും സീറ്റിൻ്റെ വിഷയത്തിലാകട്ടെ, അതെല്ലാം പക്ഷേ അവർ ഉന്നയിച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ഏറെ ചർച്ചയായത് വയനാട് കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്നുള്ളൊരു ചോദ്യവും അതിന് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ നൽകിയ മറുപടിയും തന്നെയാണ്. കാരണം പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത ബാധിതരെ കബളിപ്പിക്കുന്ന ഒരു നടപടി അതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഏതായാലും കൃത്യമായ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഇപ്പോൾ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ വാഹന പര്യടനം അത് പൂർത്തിയാക്കുന്ന ഒരു തിരക്കിലാണ്. ചിലയിടങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനങ്ങളിലാണ്. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥാനാർത്ഥി പര്യടനമാണ്, ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി പര്യടനമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥി പര്യടനം ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി പൂർത്തിയാക്കി കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് എത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ആ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം അത് വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു മരണവീട് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങുകയായിരുന്നു. ഏതായാലും ഏത് രീതിയിലാണ് ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അതിൻ്റെ അവസാന ദിവസമാണ്. ഈ ഒരു ആവേശം കഴിഞ്ഞ ഒരു മാസം തികച്ചില്ലായിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് പ്രചരണ രംഗത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? പ്രചരണ രംഗത്ത് നല്ല കോൺഫിഡൻസ് ആണ്. യഥാർത്ഥത്തിൽ പ്രചരണം കഴിഞ്ഞപ്പോഴേക്കും നല്ല അഭിമാനകരമായിട്ടുള്ളൊരു വിജയം ഈ മണ്ഡലം എനിക്ക് സമ്മാനിക്കുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. വളരെ സജീവമായിട്ടുള്ള വികസന പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ് ജനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് വഴിതിരിച്ച് അപവാദ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് BJP-യുടെ സ്ഥാനാർത്ഥി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയമെന്ന് ഞാൻ കരുതുകയാണ്. ആളുകൾ ഈ അപവാദ പ്രചരണങ്ങളിലൊന്നും തന്നെ താല്പര്യമില്ലാത്തവരാണ്. പച്ചക്കള്ളങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇങ്ങനെ ഇഷ്ടംപോലെ മേക്ക് അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിലൂടെ
കള്ളപ്രചാരണം കള്ളങ്ങൾ വിളിച്ചു പറയുക. എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റുകയില്ല. അത്രയ്ക്ക് മോശപ്പെട്ട പ്രചരണങ്ങൾ നടത്തി അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്നാണ് പുള്ളി നോക്കുന്നത്. പക്ഷെ അദ്ദേഹം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സെറ്റും. സാധാരണ BJP പ്രവർത്തകർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല. അവരെല്ലാം ഇതിൽ വളരെ ശക്തമായി പ്രതിഷേധമുള്ളവരാണെന്ന് പലരും എന്നോട് തന്നെ നേരിട്ടും അല്ലാതെയൊക്കെ പറയുകയാണ്. അവരാരും ഇതിൻ്റെ പിന്നിലില്ല. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്നതായിട്ടുള്ള അപവാദ വ്യവസായമാണ്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ആനേറയിൽ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പോറ്റി തിടപ്പള്ളിയിൽ തൂങ്ങി മരിച്ച സംഭവം ഉണ്ടായി. ആ സംഭവത്തെ പോലും പുള്ളിക്കാരൻ ഞാനെന്തോ ആചാരലംഘനം നടത്തിയതിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജനൻ TV കൊണ്ട് ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ എല്ലാം ചെയ്ത് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. ആ പ്രദേശത്തുകാർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താണ് BJP ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി. ഞാൻ ആ ക്ഷേത്രത്തിൽ മാത്രമല്ല, അതാ നമ്മളിപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൂടെയാണ് പോകുന്നത്, കരിമ്പുംകോണം മുടിപ്പുര ദേവീക്ഷേത്രം. ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്, ഈ ക്ഷേത്രത്തിനകത്ത് കയറാറുണ്ട്. ഒരാചാരവും ലംഘിക്കാറില്ല. പോറ്റി എനിക്ക് പ്രസാദം തരാറുണ്ട്, അത് വാങ്ങാറുണ്ട്. തീർത്ഥം തന്നാൽ അത് കുടിക്കാറുണ്ട്, തലയിൽ തേക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ആചാര രീതി അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം വാഹന പര്യടനം ആ രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്.